on the flowers. Okay. Oh, slow down. Oh, wow. They went on the other side. Well, ഇന്ന് വീണ്ടും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടു. ഇവർ പോകുന്ന വഴിക്ക് ഒത്തിരി പൂക്കളുണ്ട്. ഐ ഹാവ് ടു ടേക്ക് ഇറ്റ്. പൂ കണ്ടാൽ എനിക്ക് ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ കുഴപ്പം അങ്ങനെയാണ്. Look at this. Millions of flowers. നല്ല സ്മെല്ല് ഓൾസോ is there. കണ്ട അതങ്ങോട്ട് അവിടം വരെയും തൊട്ട് ഫ്ലവേഴ്സായി. നാട്ടിലാണെങ്കിൽ ഞാൻ ഇറങ്ങി ഓടിപ്പോയി ഫോട്ടോ എടുത്തിട്ടൊക്കെ കയറി വന്നേനെ. ഇവിടെ അങ്ങനെ ചെയ്ത് ആരെങ്കിലും ഇടിച്ചിടും. വേറെ നല്ല ഫ്ലവേഴ്സ് വരുന്നുണ്ടായി. വെറുതെ വല്ലപ്പോഴും ഒരു ഡിന്നർ കഴിക്കാൻ പോകണമല്ലോ, അങ്ങനെ പോയതാണ്. അത് സ്ഥിരം ഒരു പരിപാടിയാണ്. ഇത് ഇവിടുത്തെ വലിയൊരു മോളാണ് ഈ കാണുന്നത്. അതായത് ഇതിനകത്ത് 12-13 എന്താണ് സിനിമ. ഹൗ മെനി ആർ ഹിയർ? ഫിലിം സാല ഹിയർ. ചന്ദ്ര സാർക്ക അതാണ് അതിൻ്റെ പേര്. ഇത്തിരി വലുതാണ്. ഈ മരം നോക്കിക്കോ, ബ്യൂട്ടി. അതാ. പ്ലീസ് ഗോ സ്ലോ സോ ഐ ക്യാൻ ടേക്ക് സം ഫോട്ടോസ്. ഓക്കെ. The Glovo guys were inside. They were taking the orders and taking the things from here and going. I saw a crosses. We didn't come from the other side where we end. That is where all the flowers were. Half a kilometer. I was telling you. Yeah, that's what. ആ സ്ഥലത്ത് നല്ല ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഓ കഷ്ടമായിപ്പോയി. ഞാൻ ഒരു മരം കണ്ടു അങ്ങേയറ്റത്ത് നല്ല ഫ്ലവേഴ്സ്. Yeah, that is one. It was on the other side. അതാ നല്ല ബ്യൂട്ടിഫുൾ ആണ്. നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷെ ഗോ സ്ലോ പ്ലീസ്. ഒരിക്കൽ who came here? John Paul II, no. Yes, John Paul II came here, no? Yeah. ഇവിടെ ഒരു എയർപോർട്ടിൻ്റെ, അതായത് ഇവിടെ ഫ്ലൈയിങ് ക്ലബ് ഉണ്ട്, അതിൻ്റെ എയർപോർട്ടിൽ ജോൺ പോൾ II വന്നിരുന്നു. അയ്യോ, 4 ദിവസം മുൻപ് തന്നെ ഈ വഴിയെല്ലാം ഇവിടെ അടച്ചിട്ടിരുന്നു. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം സ്ഥലം. ഇച്ചിരി അങ്ങോട്ട് പോകണം. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് നടന്നു വരാണ്. അപ്പോൾ നമ്മൾ 8 മണിക്കോ മറ്റോ ഇവിടെ മാർപ്പാപ്പ വരുന്നതിന് നമ്മളെല്ലാം 4 മണിക്ക് പള്ളിയുടെ മുൻവശത്ത് ചെല്ലണമെന്ന് പറഞ്ഞു. അതുമാത്രമല്ല 1 മാസം മുൻപേ പേരെഴുതി കൊടുക്കണം എന്നുള്ളത്. ദൈവമേ, ടെലിവിഷനിലിരുന്ന് നല്ലോണം കാണാം നമുക്ക്. എന്നിട്ട് ഞാൻ പോകാൻ പോയില്ലേ. ഇതാ ഗവൺമെൻറ് സെൻട്രോ വാട്ട് ഈസ് ദാറ്റ്? ഐ തിങ്ക് ദി ആർമി ക്യാമ്പ് ഉണ്ട്, അവിടെയായിരുന്നു വന്നത്. ഇത് ഈ സൈഡും ഇത് മുഴുവൻ ഈ സ്ഥലത്ത് ഇത് മുഴുവനും ഓപ്പണായിട്ട് കിടക്കുകയാണ്. അവിടെ എയർപോർട്ടാണ്, അത് ഫ്ലൈയിങ് ക്ലബ് ഉണ്ട്. അവിടെ മുഴുവനും ആ സ്ഥലം മുഴുവനും 4 ദിവസം തന്നെ ഇവർ മുൻപ് തന്നെ മുഴുവനും
എന്താ പറയുക കസ്റ്റഡിയിലെടുത്തു സെക്യൂരിറ്റികൾ. എന്നിട്ട് നമ്മളെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് പള്ളിയുടെ കൂടെ വരാൻ പറ്റത്തുള്ളൂ, ഇൻഡിവിജ്വലായിട്ട് ആരും വരാൻ പാടില്ലായിരുന്നു. പേര് കൊടുത്ത ആൾക്കാർ, അല്ലാതെ അവിടുന്ന് ഞാൻ അവിടുന്ന് വന്നാൽ ഇവിടുന്ന് വന്നാന്നൊന്നും പറഞ്ഞിട്ട് ശരിയാവില്ല. അങ്ങനെയായിരുന്നു. ഞാനന്ന് പോയില്ല, കാരണം 4 മണിക്ക് നമ്മൾ വന്നിട്ട് പള്ളിയുടെ മുൻവശത്ത് വരണം. അപ്പോൾ ഒരു 3:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നിട്ട് പിന്നെ എപ്പോഴാണ് 8 മണിക്ക് കുർബാന. എന്തൊരു കമ്മോഷനായിരിക്കും. എനിക്കതിനൊരു കപ്പാസിറ്റി ഇല്ല. ഇത്രയും ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലത്ത് വരിക നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല. പൂക്കളെ തേടിയുള്ള യാത്രയാണ്, പക്ഷേ ഒന്നിനെയും കാണുന്നില്ല. വരുന്ന വഴിക്ക് കണ്ടിരുന്നു ഇച്ചിരിയും കൂടെ. ഇപ്പോൾ 9 മണിയായിട്ടുണ്ട് ഇവിടെ. 9 മണിയാകുമ്പോൾ സൂര്യൻ സമ്മറിൽ 9:30 വരയ്ക്ക് ഇതവിടെ ഒരു പോവാ നിൽക്കുന്നു കണ്ടോ. അതാ 9:30 വരയ്ക്ക് ഇങ്ങനെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് നിൽക്കും. അവിടെ നമുക്ക് ഒന്ന് നൈറ്റിലേക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരാനൊന്നും പ്രശ്നം. ഇതാ നല്ല പൂക്കളുണ്ട്, പക്ഷേ വെയിലില്ലാണ്ട് കുറച്ച് സ്ഥലത്തും കൂടെ ഉണ്ട് പൂക്കൾ. അതുകൊണ്ടാണ് ഞാൻ അതാ കണ്ടോ ഇത് കണ്ടോ. പകലാണ് എന്ത് രസമായിരുന്നു. ആ സ്ഥലത്ത് മുഴുക്കനും ഇതേ പൂക്കളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ല, ഞാൻ ചത്ത് കഴിയുമ്പോൾ എന്നെ പൂക്കളുടെ ജോസ്ഫിന് എന്താ വിളിക്കാവുള്ളൂ എന്ന്. അത്രയ്ക്ക് ഞാൻ ഏറ്റവും എൻ്റെ വീടിൻ്റെ ഈടെ എത്ര ബ്യൂട്ടി ആയിട്ട് ഇത് കണ്ടോ. ഓ, ഇത്രയും വെളിച്ചമില്ലാഞ്ഞിട്ട് ഇത്രയും നല്ലതായിട്ട് കാണുന്നുണ്ടല്ലോ. അതവിടെ മുഴുവനും പൂക്കളാണ്. അപ്പം അതാ പൂക്കൾ നിറയെ നിൽക്കുന്നു. എൻ്റെ മുറിയിൽ ആരെയോ വിളിച്ച് കാണിച്ചെന്ന് ഞാൻ പറഞ്ഞത്. എവിടെയെല്ലാം സ്ഥലം വയ്ക്കാറുണ്ട്. ബാത്റൂമിലും 2 വാസ് വെച്ചിട്ടുണ്ട്, ഫ്ലവർ വാസ്. അപ്പം എനിക്ക് ഒരച്ഛനെയും, നമ്മുടെ തോമസ് അച്ഛനാണ്, പനക്കലച്ഛൻ, ഇവിടെ വന്നിട്ട് അച്ഛൻ പറയാം, ഈ ജോസ്ഫിന പൂക്കളെ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞു. അച്ഛനും അതുപോലെ പൂക്കളെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരിക്കൽ കരുണയുടെ പെരുന്നാൾ മലപ്പുറം പള്ളിയിൽ നടത്തിയപ്പോൾ അച്ഛൻ ചെയ്തത് 6000 രൂപയുടെ ഫ്ലവർ ബാംഗ്ലൂരിന് ആളെ വിട്ട് അവിടെ നിന്ന് കൊണ്ടുവരിപ്പിച്ചു. ബാംഗ്ലൂർ ഒന്നും കൂടെ പൂക്കൾ കുറച്ചൊക്കെ അവിടെ നിന്ന് കിട്ടിയാൽ അവിടെ എല്ലാം കൾട്ടിവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു ബിസിനസ്സാണല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പൂക്കൾ കൊണ്ടുവന്നിട്ട് അച്ഛൻ പള്ളിയിൽ അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. അത് ഭയങ്കര സംഭവമായിരുന്നു. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇടപെട്ടത് കൊണ്ട് ധാരാളം പള്ളികളിൽ ഒത്തിരി, ഇന്നാൾ ഞാൻ ഒരു കണക്കെന്ന് വെച്ചാൽ നമ്പറല്ല, ഓരോ സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ടായി. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒത്തിരി പള്ളികൾ കരുണയുടെ പെരുന്നാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എൻ്റെ ക്ലാസ് കേട്ടിട്ട് ഈ വർഷം ആരെങ്കിലും ചെയ്തോന്ന് എനിക്കറിയില്ല. കാരണം അച്ഛന്മാരെ ആരുമായിട്ട് ഒരാൾ ഒരു സ്ഥലത്ത് ക്ലാസ് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ആദ്യമായിട്ടാണ് അച്ഛൻ അതിനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഈ ഭാഗത്ത് അവിടെ എല്ലാം കുറേ പൂക്കളുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ആ പ്രോഗ്രാം ഞാൻ ലൈവ് ചെയ്യുമ്പോഴും കണ്ടിട്ടുണ്ടാകുമല്ലോ, ധാരാളം പൂക്കളാണ് അവിടെ നിന്ന്. അത് പറഞ്ഞു പോയി. ഞാൻ വിചാരിക്കും ഈ പൂക്കൾ ഈ ഭൂമിയിലില്ലായിരുന്നെങ്കിൽ. അതാ ഒരു വലിയൊരു ചെടി കണ്ട. ഇത് വലിയൊരു സെമിത്തേരിയാണ് ഈ കാണുന്നത്. ഇത് ഏക്കർ കണക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ സെമിത്തേരിയാണ്. ഭിത്തിയിലുള്ളതും ഉണ്ട്, അല്ലാതെ നിലത്തിടുന്നതും ഉണ്ട്, പിന്നെ ഇൻസിനറേറ്റർ ഉപയോഗിച്ച് ചാരമായി മാറുന്നതുമുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ ജനാലയിൽ നിന്ന് നോക്കിയാൽ ആദ്യകാലത്ത് ഈ സെമിത്തേരി ഇങ്ങനെ കാണും. എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നോക്കാനായിട്ട്. അത് ഞാൻ 10ാം നിലയിലാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് ഞാൻ നേരെ നിലത്തോട്ട് നോക്കി കണ്ടുകൊണ്ട് വരും.
നടന്നുകൊണ്ട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറ്റിയ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ മുൻവശത്ത് എൻ്റെ ആ പാർട്ടിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി. അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രീ ആണ്. എന്നും എല്ലാവരും വന്ന് ചേരേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ഇതിലെയൊക്കെ പോകുമ്പോൾ ഞാനും ഓർക്കും, ഇവിടെ വരാനുള്ളതാണല്ലോ. ഡേറ്റും സമയമൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും ഒരു ടിക്കറ്റ്, 1 വേ ടിക്കറ്റ് ദൈവം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ടിക്കറ്റ് എടുക്കുകയൊന്നും വേണ്ട, നമ്മൾ പേയ്മെൻറ്റ് നടത്തണ്ട. ആ സമയമാകുമ്പം പ്ലെയിൻ വരും, കയറിയിരിക്കുക, പോവുക, ഒരു ഭാഗത്തേക്ക് മാത്രം. അതാണ് ജീവിതത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത്. നല്ല കാര്യമല്ലേ? നമുക്കെപ്പോഴും ഈശോയെ മറ്റേ എനിക്ക് മരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെറുതായിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്നിട്ട് ഞാൻ ഇങ്ങനെയും പറയും, എനിക്ക് മരിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ മരിച്ചു കഴിയുമ്പം കുഴിയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടില്ല, അപ്പം എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയായിരുന്നു ചെറുതായിരിക്കുമ്പോൾ. അത് ഞാൻ പറയും, എൻ്റെ അത് ആംഗ്വിഷ് ഞാൻ മറ്റുള്ളവരെ അറിയിച്ചിട്ടുണ്ട്, അങ്ങനെ ഞാൻ പറയാറുണ്ട്. പക്ഷേ ശ്വാസം പോകാത്ത കിടക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ ജീവനോട് ഇരിക്കുമ്പം നമുക്ക് പറ്റുന്നില്ലല്ലോ. ശ്വാസം ഏറ്റവും കൂടുതൽ 4, 5 അല്ലെ 3 മിനിറ്റൊക്കെ പിടിച്ചുകൊണ്ട് നിന്നിട്ടുള്ള സ്വിമ്മിങ്ങിന് പോകുന്ന സമയത്ത് അതൊരു എൻ്റെ ഒരു ഹോബിയാണ്. അതാ ബ്യൂട്ടി 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 ബ്യൂട്ടി. വെയിലല്ലാത്തതുകൊണ്ട് കണ്ടില്ലേ എന്താ രസം, 2 കളറിൽ മരം. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, എത്ര ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈശോനെ അറിയാൻ തുടങ്ങിയ പിന്നെ സെയിൻറ്റ് ഫൗസ്റ്റീനെ പോലും പറയുന്നുണ്ടല്ലോ, അല്ലാണ്ട് അവസാന സമയമാകുമ്പോഴത്തേക്ക് ആൾ പറയുന്നുണ്ടല്ലോ, ഈ ഒരു പുതിയ വർഷം വരും, ഡിസംബർ 31 ധ്യാനിക്കുകയാണ്. മിഡ് നൈറ്റ് പ്രയറൊക്കെ ഉണ്ടല്ലോ, അന്നേരം പറയാം പുതിയ വർഷമേ. അതൊക്കെ വായിച്ചിട്ട് ഞാൻ പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ഡയറി വായിക്കുന്നവരുണ്ടെങ്കിൽ കാണുക. പുതിയ വർഷമേ, നീ എനിക്ക് എന്ത് കൊണ്ടുതരുമെന്നറിയില്ല, ഒരു പക്ഷേ ഇതെൻ്റെ അവസാനത്തെ ന്യൂ ഇയറും കൂടി ആയിരിക്കും. അങ്ങനെ അതായത് തുടങ്ങുന്നത് 1 ജാനുവരിയിലോട്ടാണല്ലോ നമ്മൾ 31 നൈറ്റിൽ എൻ്റർ ചെയ്യുന്നത്. പ്രിയ മക്കളെ, കാണുന്നതാണ് ഞങ്ങളുടെ കെട്ടിടം. ആ ടവർ ഒരു 5 എണ്ണം, ഒരു സിമെട്രിക്കലായിട്ടുള്ള ടവർ കാണാം. ആ ചുമന്നതല്ല, ഈ കാണുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ മനോഹരമായ ദൈവം കൊണ്ടുവന്ന് തന്ന വീട്, ഈശോ മിശിഹായ്. ഇതാണ് പാർക്ക് ഞങ്ങളുടെ മുൻവശത്തുള്ളത്. ഇവിടെ മരങ്ങൾ, ചെടി, പൂക്കളൊന്നുമില്ല. അപ്പോൾ ഞാൻ അന്നേരം അവർ പറയും, അറിയില്ല എന്നാണ് ഈ വർഷം മുഴുവനാക്കാൻ കഴിയുമോ എനിക്കറിയത്തില്ല. എന്നിട്ട് ഒരു പ്രാർത്ഥന പുള്ളി പ്രാർത്ഥിക്കും. അത് ഒരിക്കലും എൻ്റെ ചങ്ക് പൊട്ടുന്ന. ഫൗസ്റ്റീനമ്മ എൻ്റെ പേട്രൺ സെയിൻ്റാണ്. അത് ഞാൻ അത് ഈ കണ്ട പൂക്കൾ പോമഗ്രനേറ്റിൻ്റെയാണ്, മാതള നാരങ്ങ ഉണ്ടാകുന്നതിൻ്റെയാണ്. അപ്പോൾ ഫൗസ്റ്റീനമ്മ അതിനകത്ത് പറയുന്നുണ്ട്, നീ എന്താണ് എനിക്ക് കൊണ്ടുവരുന്നതെന്ന് അറിയില്ല, പക്ഷേ എന്തു തന്നെയാണേലും, അതായത് പുതിയ വർഷത്തിനോടാണ് സംസാരിക്കുന്നത്, പുതിയ വർഷമേ നീ എനിക്ക് എന്ത് കൊണ്ടുതരുമെന്നറിയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പാർക്കിങ്ങാണ്. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ ആ വെള്ള ഫ്ലവറുകളാണ് ആ കാണുന്നത്. എന്ത് കൊണ്ടുതരുമെന്നറിയില്ല, പക്ഷേ എന്ത് കൊണ്ടുവന്നാലും ഞാനത് സന്തോഷത്തോടെ നിന്നെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, ഇവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു പറച്ചിൽ പറയുന്നുണ്ട്. അത് അപ്പോഴാണ് ഞാനും വിചാരിക്കും, ചിലപ്പോഴൊക്കെ എനിക്കും മരണത്തിനോട് ഭയം തോന്നിയിട്ടുള്ളപ്പം അവിടെ ഉണ്ടെന്ന്, എൻ്റെ വീടിൻ്റെ അവിടെയുള്ള പൂക്കളെന്ന് പറഞ്ഞത് ഈ കാണുന്നത്, അത് കണ്ട മുഴുവനും പൂക്കളാണ്. അപ്പോൾ ഫൗസ്റ്റീനമ്മ ഈ പറഞ്ഞത് കൊണ്ട് ഞാൻ ചിലപ്പോൾ ഓർക്കും, ഫൗസ്റ്റീന അന്നേ വിശുദ്ധയായിരുന്ന ഒരു വ്യക്തിത്വമാണല്ലോ. അപ്പോൾ അവർക്കും ഭയമുണ്ടായെങ്കിൽ സാധാരണക്കാരായ നമുക്ക് മരിക്കുന്നതിനെക്കുറിച്ച് ഭയം ഉണ്ടാകുന്നതിൽ തെറ്റില്ല. കാരണം ഈ ശരീരത്തിൽ, ഈ ഭൂമിയിൽ നമ്മൾ ഈ ഒരു സമയത്തെ ജീവിക്കുള്ളൂ, മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഭയപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അമിതമായിട്ട് നമ്മളിതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. കാരണം ഏറ്റവും ഞാൻ എൻ്റെ നീലിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, എൻ്റെ ഗുരുവാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കുകൾക്കകത്തൊക്കെ എഴുതിയതും ചിലപ്പോൾ ഉള്ള മെസ്സേജുകളൊന്നും, മരണം എന്ന് പറയുന്നത് പുതിയ ജീവിതത്തിൻ്റെ, മറ്റൊരു ജീവിതത്തിൻ്റെ, നമ്മൾ
അതിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് നമ്മളൊരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. മനോഹരമായിട്ടുള്ള ഒരു കണ്ടിന്യൂവേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളെ എല്ലാ സമയത്തും ഇതിവിടെ ഡോറ് നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്താൽ ആരും ഒന്നും ഓപ്പൺ ചെയ്യേണ്ട, അത് തന്നെ അതിൻ്റെ പോക്കിന് പൊക്കോളും. ഇപ്പോൾ നമ്മുടെ കാറ് താഴേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് അങ്ങോട്ടേക്ക് പോകും. സെൻസറും കൊണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈശോ. എന്നിട്ട് അപ്പം പറയുന്ന കണ്ടിന്യൂവേഷനാണ്. മരണമെന്ന് പറയുന്നത് ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും, ഈ ബോഡിയുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതം കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നാണ് പുള്ളി പറയാറുള്ളത്. എല്ലാത്തിലും ദൈവം നമ്പർ 1 എനിക്ക് തന്നിരിക്കുന്നത്. അതിലെ വീട്ടിലേക്ക് കയറാനുള്ള ലിഫ്റ്റിൻ്റെ അങ്ങോട്ടാണ്. ഇത് ഞങ്ങളുടെ ഗരാജാണ്. ഈ ഗരാജ് തുറന്നാൽ മാത്രമാണ് നമുക്ക് ഇത് കാറ് കയറ്റാൻ പറ്റുള്ളൂ. ഭയങ്കര സെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് ഈശോ പുറത്തിട്ട് കഴിഞ്ഞാൽ കാറുകളെല്ലാവരും പുറത്ത് തന്നെയാണ് ഇടുന്നത്. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ചിലവിടെ കള്ളന്മാരൊക്കെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും കാറ് പുറത്തിടാൻ സമ്മതിക്കില്ല. ആൾക്കങ്ങനെ അതിനുള്ള താല്പര്യമില്ല. അത് ഷട്ടർ തുറന്ന് യെസ് എല്ലാം മനസ്സിലായോ? ഓണസേര എന്ന് പറഞ്ഞാൽ ഗുഡ് ഈവനിങ് ആ ഒരു കാര്യം ഇവിടെയുണ്ട്. ആരെവിടെ വഴിയിലാണ്. ഇത് വലിയൊരു ഗരാജാണ്. 2 സൈഡിലും ഇങ്ങനെ, ഇതൊരു സൈഡിൽ ഇതൊരു സൈഡിൽ. ഇതിവർ അവരുടെ ഗരാജ് പെയിൻറ്റ് ചെയ്തു. ചിലതൊക്കെ ഒരു വർഷം, ഇത് ഇവരും പണ്ടേ പെയിൻറ്റ് ചെയ്തതാണ്. അപ്പം അങ്ങ് 2 സൈഡിലും 2 നിലയായിട്ടാണ് ഉള്ളത്. ഇടത്തും വലത്തും ഓരോന്ന്. കാറിൻ്റെ പൊടിയൊക്കെ കണ്ട് അങ്ങനെയാണ്. എനിവേ, അപ്പോൾ ഇതാണ് നമ്മളുടെ സംഭവം. ദൈവം എന്തെല്ലാം കാണാനും എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവം ഇട തന്നു. ഓരോ ദിവസവും എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങളോടും എൻ്റെ ടോക്ക് വഴി ഞാൻ അതുതന്നെയാണ് പറയുന്നത്. എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞു. പപ്പ ലുക്ക് ഹിയർ, ദേ ഹാവ് പെയിൻറ്റഡ് ദിസ്. വാവ്, brand new. Look at here. Not they have painted, they have put a new door. I haven't seen because I don't come this side, no papa. ഇവരത് പുതിയ എന്തോ, ഇറ്റ് ഈസ് ന്യൂ. ഐ തിങ്ക് സോ. അവർ പുതിയത് വാങ്ങി പിടിപ്പിച്ചു. നല്ല കാര്യം. ഇത് ഇവിടെ കീയും കൊണ്ട് തുറന്നെങ്കിലേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റമാണ്. പിന്നെ ഇത് -2 ഞങ്ങളുടെ ഗരാജ് ഉള്ളത്. ഇത് സർവീസ് ലിഫ്റ്റാണ്. ഇതുപോലൊരു ചെറിയൊരു ക്യൂബിക്കിൾ മാതിരി എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത, ഇപ്പോൾ ക്രിസ്മസ് ട്രീ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് അതിനകത്ത് വയ്ക്കാം. ഹായ് ജോസഫീൻ, ഹലോ, ഹൗ ആർ യു? Because I want to show the snow-clad mountain if it is visible. You saw it was snowing, no? No, it is. You can't see. No. But I think that side. No, now you can't see it. മഞ്ഞ് മൂടിക്കിടക്കുന്നൊരു മല. നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ചിലരൊക്കെ കാണാത്തവർക്ക് വേണ്ടിയാണ്. നിങ്ങളീ പുറത്ത് ഹൈഫൈ ലൈഫ് നടിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഇത് ഇടുന്നത്. നമ്മളെപ്പോലെ എന്നെപ്പോലെ സാധാരണയായിട്ടുള്ള ആൾക്കാർ പ്ലെയിൻ മേലിൽ കൂടെ പോകുമ്പോൾ എന്ത് സാധനം പോകണം, ഏതാണ്ട് കിളിയാന്ന് വിചാരിച്ച കക്ഷിയാണ് ഞാൻ. ഹാവ് യു പ്രസ് ദ കറക്റ്റ് വൺ? യെസ്. അവിടെയാണ് മഞ്ഞ് മലയുള്ളത്. പക്ഷേ നത്തിങ് ഈസ് വിസിബിൾ. ഈ 2 ബിൽഡിങ്ങിനിടയിൽ കൂടെ അങ്ങ് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങേ അറ്റത്തെ ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 9 സംതിങ് ഒത്തിരി ആയിട്ടുണ്ട്. 9 o'clock കഴിഞ്ഞ് 15 minutes ആയിട്ടുണ്ട്. പക്ഷേ ഒന്നും കാണാൻ പാടില്ല. ഞാൻ ഇനി നമ്മളുടെ വീട്ടിൽ പോയേക്കാം. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ പോയി, അത് ഒരു ക്ലാസ്, അതൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഇത് ലിഫ്റ്റാണ്.
അതൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഈ 3 അപ്പാർട്ട്മെൻറ്റുകളേ ഉള്ളൂ നമ്മളുടെ ഇവിടെ. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ വീട്ടിൽ വന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റായി. ഞാനും